ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വളരെ നാളുകൾക്ക് ശേഷം ഒരു മെയിൻ ബോർഡ് IPO വരികയാണ്. ഒസ്വാൾ പമ്പിൻ്റെ IPO ആണ്. ഈ IPO റിവ്യൂ വീഡിയോ ആണിത്. ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് IPO അപ്ലൈ ചെയ്യുന്നവരുണ്ട്. പ്രത്യേകിച്ച് മാർക്കറ്റ് സിറ്റുവേഷൻ കുറച്ച് മോശമാണ്. ഇപ്പോൾ വാറിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ IPO ലിസ്റ്റിങ്ങിനെയൊക്കെ തന്നെ ഇത് ബാധിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും ഈ ഒരു കമ്പനി ഏതായാലും മാർക്കറ്റിൽ ഉണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നത് ഏതായാലും നന്നായിരിക്കും. മോശമില്ലാത്തൊരു കമ്പനിയാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഫണ്ടമെന്റൽസ് ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. ഒസ്വാൾ പമ്പ് 1387 കോടി രൂപയുടെ IPO ആണ്. ആദ്യമായിട്ട് ഈ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് സോളാർ പവർഡ് അതുപോലെ തന്നെ ഗ്രിഡ് കണക്റ്റഡ് ആയിട്ടുള്ള മോണോബ്ലോക്ക് അഗ്രികൾച്ചറൽ പമ്പുകളൊക്കെ ഉണ്ടാക്കുന്ന വാട്ടർ പമ്പുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണിത്. ഇവരുടെ ഇലക്ട്രിക് മോട്ടോർസ്, ഇൻഡക്ഷൻസ്, സബ്മറൽസ് ഇതൊക്കെ തന്നെ ഇവർ ഉണ്ടാക്കുന്നുണ്ട്. ഈ പമ്പുകൾക്ക് ആവശ്യമായിട്ടുള്ള ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ ഇവർക്ക് കറക്റ്റായിട്ടുണ്ട് എന്നുള്ളതാണ്. സോളാർ മൊഡ്യൂൾസ് ഇവർ ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ വന്നതാണ്. ഹരിയാന, മഹാരാഷ്ട്രയിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഏകദേശം 80% റവന്യൂ, അതായത് 1066 കോടി രൂപയുടെ റവന്യൂവിൽ 80% റവന്യൂ വരുന്നത് ഇവിടുന്ന് ഈ ഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ്. ഈ കഴിഞ്ഞ 9 മാസമായിട്ട് ഏകദേശം 1066 കോടി രൂപയുടെ റവന്യൂ ഇവർക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ IPOയുടെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 1387 കോടി രൂപയുടെ IPO ആണിത്. ഇതിൽ 890 കോടി രൂപയും ഫ്രഷ് ഇഷ്യൂ ആണ്. അതായത് ഈ പൈസ കമ്പനിയിലേക്കാണ് പോകാൻ പോകുന്നത്. ഈ 890 കോടി രൂപ 362 കോടി രൂപയും അവർ കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്. 311 കോടി രൂപ അവർ ഡെറ്റ് റീപേയ്മെന്റ്, അവരുടെ ഇപ്പോഴും നിലവിലുള്ള കടം തിരിച്ചു വീട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. കമ്പനിക്ക് മൊത്തം ഒരു 340 കോടി രൂപയുടെ ഡെറ്റാണുള്ളത്. അതിൽ 311 കോടി രൂപയുടെ ഡെറ്റ് ഈ ഒരു IPO പ്രൊസീഡ്സ് വഴി അവർ തിരിച്ചടക്കും എന്നാണ് പറയുന്നത്. 497 കോടി രൂപ ഓഫർ ഫോർ സെയിലാണ്. കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിന് ഇപ്പം 99.88% ഹോൾഡിംഗ്സ് ആണ് കമ്പനിയിലുള്ളത്. അവരിൽ 80% ആയിട്ട് കുറയും. അതായത് ഏകദേശം 18% റിഡക്ഷൻ വരുന്നു. 497 കോടി രൂപയാണ് ഇതുവരെ അവർ റെഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. 584-നും 614-നും ഇടയിലാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് വരുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 6988 കോടി രൂപയാണ്. 20% ഡൈല്യൂട്ട് ചെയ്യുന്നത്. IPO ഇന്ന്, അതായത് ജൂൺ 13, 2025 തുടങ്ങി ജൂൺ 17, 2025 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. 20 ജൂണിനാണ് ഇത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത്രയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. അപ്പോൾ ഒരു സോളാർ മോണോബ്ലോക്ക് അഗ്രികൾച്ചറൽ പമ്പ് മേക്കറാണ്. സോളാർ മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇൻഡക്ഷനും സമ്മർസിബിൾസും ഒക്കെ തന്നെ ഇവർ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു കമ്പനിയുടെ പ്രത്യേകത. ഇനി ഈ കമ്പനിയുടെ പ്രത്യേക അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗവൺമെന്റ് സ്കീമായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ ഊർജ്ജ സുരക്ഷ ഏവം ഉത്ഥാൻ മഹാഭിയാൻ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടല്ലോ, PM കുസും എന്ന് പറയുന്നത്, ആ ഒരു ബെനിഫിഷ്യറിയാണ്. ആ ഒരു പ്രത്യേകിച്ചും ഈ ഒരു ഫാർമേഴ്സിന്റെ പമ്പുകളും മറ്റൊക്കെ തന്നെ കൊടുക്കുന്ന ആ ഒരു പദ്ധതിയുടെ ഒരു വലിയ ബെനിഫിഷ്യറിയാണ്. കാരണം 38% മാർക്കറ്റ് ഷെയർ ഈ ഒരു കമ്പനിക്ക് ഈ 2024 സെയിൽസ് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതിന്റെ ഈ സ്കീമിന് കീഴിലാണ് വന്നിരിക്കുന്നത്. അതായത് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഒക്കെ സപ്ലൈ ചെയ്യുന്നതിൽ ഈ കമ്പനിയുടെ പങ്ക് ഭയങ്കരമായിട്ട് ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതിലുണ്ട്. റവന്യൂ 385 കോടി രൂപ 2023 ഉണ്ടായത് 2025 ആകുമ്പോഴേക്കും 759 കോടി രൂപയായി. അതായത് 2025 സാമ്പത്തിക വർഷത്തെ 9 മാസത്തെ റവന്യൂ എന്ന് പറയുന്നത് 1066 കോടി രൂപയായിട്ട് വളർന്നിട്ടുണ്ട്. ഇപ്പോൾ 80% റവന്യൂ വരുന്നത് ഈ ഒരു വരുന്ന ഗവൺമെന്റ് സപ്ലൈസിൽ നിന്നാണ്, ഗവൺമെന്റ് സ്കീമിൽ നിന്നാണ്. പിന്നെ ഈ കമ്പനിയുടെ കിട്ടാക്കടം അല്ലെങ്കിൽ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് സാധനം കടത്തിൽ വിറ്റിട്ട് അവിടുന്ന് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അതായത് 711 കോടി രൂപയാണ് ഡിസംബർ വരെയുള്ള കണക്കനുസരിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. 240 കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം, അത് മാർച്ചിൽ. അത് 711 കോടി രൂപയായിട്ടുണ്ട്. പക്ഷേ അതൊരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു രംഗത്ത് നമ്മുടെ ഫേവറേറ്റ് പിക്കായിരുന്നു ശക്തി പമ്പിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 5 മാസത്തിൽ 6 മാസമാണ്. അപ്പോൾ ഇവർക്ക് 5 മാസം എന്ന് പറയുന്നത് വലിയൊരു കാലയളവായിട്ട് തോന്നുന്നില്ല. ഏതായാലും ഈ ഒരു രംഗത്ത് ഈ വിറ്റ വാറുകൾ തന്നെ ഗവൺമെൻറ് നിന്ന് കാശ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഒരു വലിയ കഷ്ടപ്പാടുള്ളതാണ്. അപ്പോൾ അവരുടെ സ്കീമും ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കാശ് കിട്ടുന്ന സമയത്ത് 5-6 മാസം എടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, ഇനി പുതിയ പൈസയിൽ നിന്നും അല്ലെങ്കിൽ ഈ IPO പൈസയിൽ നിന്നും ഒരുപാട് അവർ കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇവർക്ക് ഇപ്പം നിലവിൽ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉള്ളത് കർണാലിലും അതായത് ഹരിയാനയിലുള്ള കർണാലിലും അതുപോലെ തന്നെ ഹരിയാനയിലാണ്. ആ ഒരു നിലവിലുള്ള കപ്പാസിറ്റി ഏകദേശം 75% ഇവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. 60% കപ്പാസിറ്റിയും സോളാർ മൊഡ്യൂൾസിന് വേണ്ടിയിട്ട് ഉള്ളതും യൂസ് ചെയ്യുന്നുണ്ട്. 362 കോടി രൂപയുടെ കപ്പാസിറ്റി എക്സ്പാൻഷൻ പ്ലാനാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. അത് പല പമ്പുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പല സാമഗ്രികളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്.
ഏകദേശം ഒരു 2025 ഡിസംബറോടുകൂടി ഇതിൻ്റെ ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ് 2026 പൂർണ്ണമാകുമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു നല്ലൊരു എമൗണ്ട് ഈ ഒരു കപ്പാസിറ്റി എക്സ്പാൻഷൻ വേണ്ടി IPO നിന്ന് പോകുന്നുണ്ട്. അതുപോലെ PM കുസും സ്കീമിൻ്റെ മാക്സിമം അഡ്വാൻറ്റേജ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് കമ്പനി ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ഈ ഒരു സ്കീം വഴി ഒരു 14 ലക്ഷത്തോളം പമ്പുകൾ, സോളാർ വാട്ടർ പമ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഒരു 12 ലക്ഷത്തോളം സാങ്ഷൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 8 ലക്ഷത്തോളം ഇൻസ്റ്റാൾ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു സ്കീം വഴി നല്ല രീതിയിലുള്ള സോളറൈസേഷൻ തന്നെയാണ് ഗവൺമെൻറ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഏകദേശം 35 ലക്ഷത്തോളം ഗ്രിഡ് കണക്ഷൻ അഗ്രികൾച്ചറൽ പമ്പുകളും ഇതിലേക്ക് ഇഷ്യൂ അല്ലെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പദ്ധതികൾ ഗവൺമെൻറ്റിനുണ്ട്. അതിൻ്റെയും മാക്സിമം ഈ ഒരു എൻവയോൺമെൻറ്റൽ ഇഷ്യൂ ഒക്കെ പ്രമാണിച്ച് സോളറൈസേഷനും സോളാർ പമ്പുകളും ഇൻവെസ്റ്റ് ചെയ്യുന്നതിലും ഗവൺമെൻറ് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിഷ്യറി കൂടിയായി മാറാൻ ഈ കമ്പനിക്ക് സാധിക്കും എന്നുള്ളതാണ്. ഫിനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ 1066 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനിക്ക് 9 മാസം കൊണ്ട് 2025 ഉണ്ടാക്കിയത്. അതായത് 50% വരുന്നതും സോളാർ അഗ്രികൾച്ചറൽ പമ്പിൽ നിന്നും 30% വരുന്നത് നോൺ സോളാർ അഗ്രികൾച്ചറൽ പമ്പിൽ നിന്നുമാണ് കമ്പനിയുടെ റവന്യൂ വരുന്നത്. 45% ഗ്രോസ് മാർജിനും 33% ഇബിറ്റ മാർജിനുമാണ് ഈ കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 217 കോടി രൂപയുടെ പാറ്റാണ് 9 മാസം, അതായത് 1066 കോടി രൂപയുടെ സെയിൽസ് വന്നപ്പോൾ 217 കോടി രൂപ എല്ലാ ചെലവും കഴിഞ്ഞ് കമ്പനിക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ 9 മാസത്തെ കണക്കാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 20% നെറ്റ് മാർജിൻ കമ്പനിക്ക് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു രംഗത്ത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഞാൻ അനലൈസ് മാറ്റി വെച്ചതുമായിട്ടുള്ള കമ്പനി എന്ന് പറയുന്നത് ശക്തി പമ്പാണ്. അതിന് ഏകദേശം 1850 കോടി രൂപയുടെ റവന്യൂവും 9 മാസം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. 300 കോടി രൂപയുടെ പാറ്റാണ്, അതായത് 16% നെറ്റ് മാർജിനാണ് ശക്തി പമ്പിനുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 20% നെറ്റ് മാർജിൻ വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്മോൾ ഇക്വിറ്റി ബേസ് മാത്രമാണ് ഇവർക്കുള്ളത്. 10 കോടി രൂപയുടെ ഇക്വിറ്റി മാത്രമാണ്. 1 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ. ഒസ്വാൾ പമ്പിൻ്റെ EPS പറയുന്നത് കഴിഞ്ഞ 9 മാസത്തെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ 22 രൂപയാണ്. നെറ്റ്വർത്ത് ഏകദേശം 398 കോടി രൂപയാണ്. ഇത് 2024 ഡിസംബർ വരെയുള്ള കണക്കാണ്. IPOക്ക് ശേഷം ഇക്വിറ്റി ഏകദേശം 11 കോടി 40 ലക്ഷമായിട്ടായിരിക്കും ഉണ്ടാവുക. നെറ്റ്വർത്ത് ഏകദേശം 1300 കോടി രൂപയായിരിക്കും. നെറ്റ് ഡെറ്റ് ടു ഇക്വിറ്റി 0.8:1, അതായത് 80 പൈസ കടവും 1 രൂപ ഇക്വിറ്റി, അതായത് ഓണേഴ്സിൻ്റെ പണിയുമായിട്ടാണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ വർക്ക് ചെയ്യാൻ പോകുന്നത്. അത് കുറഞ്ഞിട്ട് 0.1:1, അതായത് 10 പൈസ ഡെറ്റും 1 രൂപ ഇക്വിറ്റി ആയിട്ട്, അതായത് 10 പൈസ മാത്രമാണ് കടം, 1 രൂപ ഓണേഴ്സിൻ്റെ നമ്മുടെ ക്യാപിറ്റലായിട്ട്, ഇക്വിറ്റി ക്യാപിറ്റലായിട്ട് മാറും. അത് വളരെ പോസിറ്റീവായിട്ട് തോന്നുന്നു. കാരണം 2:1 വരെയൊക്കെ നമുക്ക് അഫോർഡബിൾ ആണ്. 2:2 ഡെറ്റും 1 രൂപ ഇക്വിറ്റി വരെയൊക്കെ അഫോർഡബിൾ ആണ്. പക്ഷേ ഇത് വളരെ കുറഞ്ഞ് 0.1, അതായത് ഭാവിയിൽ കമ്പനിക്ക് ഇനി കടമെടുക്കണമെങ്കിലോ എക്സ്പാൻഷൻ പ്ലാൻ എടുക്കണമെങ്കിലോ ധൈര്യമായിട്ട് ബാങ്കുകൾ അപ്രോച്ച് ചെയ്യാവുന്നതാണ് കാണിക്കുന്നത്. പ്രൈസിങ് നോക്കുകയാണെങ്കിൽ ഇനി ഈ IPOയുടെ പ്രൈസിങ് നോക്കിക്കഴിഞ്ഞാൽ 9 മാസത്തെ റവന്യൂ എടുത്തിട്ട് നമുക്ക് അനലൈസ് ചെയ്താൽ പോലും ഒരു ഷെയറിന് മുകളിൽ ഏകദേശം 22 രൂപ EPS ഉണ്ടാകുമെന്നാണ് അനുമാനിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ടു ഏർണിംഗ് മൾട്ടിപ്പിൾസ് ഏകദേശം 21x വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതേ കമ്പനിയുടെ ശക്തി പമ്പിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 2025 പ്രൈസ് ടു ഏർണിംഗ് മൾട്ടിപ്പിൾസ് 29x ആണ്. അതായത് 408 കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് 2025 കമ്പനി ശക്തി പമ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം 11,700 കോടി രൂപയാണ്. ഇതിനെ അഗൻസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒസ്വാളിനെ ഏകദേശം 7000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ്. അതിൻ്റെ വാല്യുവേഷൻ ഏകദേശം റീസണബിൾ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. 2025 എസ്റ്റിമേറ്റഡ് പാറ്റ് എന്ന് പറയുന്നത് 290 കോടി രൂപയാണ്. അതായത് 2026 എസ്റ്റിമേഷൻ 30 രൂപയും IPOയുടെ ഈ ഒരു പ്രൈസ് ടു ഏർണിംഗ് മൾട്ടിപ്പിൾസ് 20 ആയിട്ടുമാണ് വരുന്നത്. അപ്പോൾ ഒരു ഡബിൾ ഡിജിറ്റ് നെറ്റ് മാർജിനാണ്, ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട്, ഹ്യൂജ് സെക്ടർ ഓപ്പർച്യൂണിറ്റിയാണ്, വളരെ ചെറിയ പ്ലേയേഴ്സ് മാത്രമേ ഇതിലുള്ളൂ. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ റീസണബിൾ പ്രൈസിംഗ് ആണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഒരു IPO അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്ത് നോക്കാവുന്ന ഒരു IPO ആയിട്ടാണ് ഒസ്വാൾ പമ്പ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഒരു പ്രത്യേക മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ലിസ്റ്റിംഗ് കാര്യങ്ങളും എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ഒരു IPO റിവ്യൂവിന് ലിസ്റ്റിംഗ് ഗെയിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അത് നോക്കരുത്. ഏതായാലും ഈ ഒരു സെക്ടറിൽ, അതായത് ശക്തി പമ്പ് പോലെയോ അല്ലെങ്കിൽ കുറച്ച് ദീർഘകാലത്തേക്കൊക്കെ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് മോശമില്ലാത്തൊരു IPO ആയിരിക്കും ഒസ്വാൾ പമ്പ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് കാണാം, മറ്റൊരു IPO വീഡിയോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലാവർക്കും നമസ്കാരം, നന്ദി. വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരാളിലേക്കെങ്കിലും എക്സ്ട്രാ ഇത് എത്തിച്ചേർത്തുന്നു ഉറപ്പുവരുത്തുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം, താങ്ക്